നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലവർഷം 1200 എന്ന പുതിയ മലയാള വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ ഇടയുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പൂരാടം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. കൊല്ലവർഷം 1200 ചിങ്ങമാസമാണിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂരാടം നക്ഷത്രക്കാരുടെ അനുഭവങ്ങളിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രം ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് 3-ൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. 3-ലെ ശനി വളരെ ഗുണകരമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. വർഷം മധ്യം കഴിയുമ്പോഴത്തേക്കും ശനി 4-ലേക്ക് മാറും. അതായത് കുംഭത്തിലിപ്പം മൂലത്രികോണ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി 2025 മാർച്ച് 29 ആകുമ്പോഴത്തേക്കും മീനം രാശിയിലേക്ക് രാശി മാറും. അപ്പോഴെന്താകും? കണ്ടകശനി ആരംഭിക്കും. അപ്പോൾ കണ്ടകശനിയുടേതായ കുറേ പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ആ സമയത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ശനി അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ, വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വിജയം ലഭിക്കാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെയാണ് വ്യാഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വ്യാഴം ഇപ്പോൾ 6-ലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 6-ലെന്ന് പറയുമ്പം ഒട്ടും അനുകൂലമല്ല, ദൈവാധീനം വളരെ കുറവുള്ള സമയമാണ്. എങ്കിലും ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം വലിയ ദോഷകാരകനല്ല എങ്കിൽ പോലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ പല രീതിയിലുണ്ടാകാനായിട്ട് പൂരാടം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ ആദ്യം 2025 മെയ് മാസം ആകുമ്പോഴത്തേക്കും വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുമ്പോൾ 7-ൽ വ്യാഴം എന്നുള്ള അവസ്ഥ ഉണ്ടാകും. അപ്പോൾ 7-ൽ വ്യാഴം എന്ന് കേൾക്കുമ്പം 7-ാം ഭാവം ശുഭമാണ്, വ്യാഴവും ശുഭമാണ്. അതുകൊണ്ട് എല്ലാം ശുഭമായി എന്ന് വിചാരിക്കേണ്ട. ഈ 7-ാം ഭാവത്തിൽ വ്യാഴം എത്തുമ്പോൾ, അതായത് വർഷ മധ്യത്തിന് ശേഷം ധനപരമായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും. എന്നാൽ ദാമ്പത്യത്തിൽ അത്ര ഗുണകരമായിരിക്കുകയുമില്ല. കാരണം 7-ലെ വ്യാഴം പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും. പക്ഷേ ദൈവാധീനം വർദ്ധിക്കും. ദൈവാധീനമുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും, ധനപരമായിട്ട് ഗുണമായി വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ വ്യാഴം ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ വഴക്ക്, വേർപിരിയൽ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. മറ്റ് രീതികളിലാണ് ഈ ദാമ്പത്യത്തിൽ കല്ലുകടികൾ ഉണ്ടാകാനിടയുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാന ഗ്രഹങ്ങളായ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗ്രഹാവസ്ഥ. പിന്നെയുള്ളത് രാഹു കേതുക്കളാണ് ലോങ് ടൈം ആയിട്ടുള്ള ദീർഘകാലത്തേക്കുള്ള ഫലം നൽകുന്നത്. അപ്പോൾ രാഹു 2025 മെയ് മാസത്തിൽ മീനത്തിൽ നിന്നും പുറകോട്ട് നീങ്ങി കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും. രാഹുവും കേതുവും പുറകോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. അതേ ദിവസം തന്നെ കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതും നമ്മുടെ ജീവിതത്തെ കുറേയേറെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം 4-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അതിൻ്റേതായ ചില ദോഷഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ചില ഗുണഫലങ്ങളും ഉണ്ടാകുന്നുണ്ട്. കേതുവിൻ്റെ കാര്യവും ഇതുപോലെ തന്നെ. പക്ഷേ പ്രത്യേകത എന്താണ്? കേതു ഈ 9-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാരണം 9-ാം ഭാവം എന്ന് പറയുന്നത് പിതാവിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ്, ഗുരുക്കന്മാരെ സൂചിപ്പിക്കുന്ന ഭാവമാണ്, പൂർവ്വപുണ്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. പിന്നെ നമ്മുടെ ആരാധനാമൂർത്തികളെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ ഈ കേതു 9-ലേക്ക് വരുമ്പോൾ, ഭാഗ്യഭാവത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ദൈവ സാന്നിധ്യമുള്ള ഭാവത്തിലേക്ക് വരുമ്പോൾ പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ ഈ രാഹു കേതുക്കളുടെ മാറ്റം, രാഹു ഗുണകരമായിട്ട് വരുന്നു, കേതു ദോഷകരമായിട്ട് വരുന്നു. ഒരുപക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃതുല്യരായ ആൾക്കാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ആ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാന് അല്ലെങ്കിൽ ദേവിക്ക് മനസ്സർപ്പിച്ച് വഴിപാടുകൾ ചെയ്യുക, ഗ്രഹദോഷ പരിഹാരങ്ങളും ചെയ്യുക. അതിലൂടെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വർഷം മുഴുവനായിട്ട് എടുത്ത് നോക്കുമ്പം ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് പൂരാട നക്ഷത്രക്കാർക്ക് ഉള്ളത്. പക്ഷേ ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്ന വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവ്
ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂട്ടുകാരുടെ സ്വഭാവങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പല ബന്ധുക്കളുടെയും സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്മളോടുള്ള യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്ന സന്ദർഭങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ദോഷകാലം വരുമ്പോഴാണ് അറിയുന്നത് ആരൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ, ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ എന്നൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാലം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശനി നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഗ്രഹം എന്ന് പറയുന്നത് ജീവനുള്ളൊരു സാധനമാണോ എന്ന് ചോദിച്ചാൽ ഈ ഗ്രഹത്തിൻ്റെ ചലനങ്ങൾ നമ്മളെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എന്നതാണ്, ഗ്രഹങ്ങളിലൊക്കെയുള്ള എലമെൻറ്റ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഉള്ളത്. അതുകൊണ്ട് ഗ്രഹചലനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും. അപ്പം ശനിയുടെ പ്രത്യേകത ഏതാണ്? പൂരാട നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ശനി തീർച്ചയായിട്ടും പല പാഠങ്ങളും തന്നെ നൽകും. വ്യാപാരത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ വിലയേറിയ പല പാഠങ്ങളും നൽകും. പിന്നീടുള്ള ജീവിതത്തിൽ അത് ഉപകാരപ്രദമാവുകയും ചെയ്യും. സർവ്വകാര്യങ്ങൾക്കും ശ്രദ്ധയും ജാഗ്രതയൊക്കെ വേണ്ട ഒരു കാലഘട്ടമാണ്. ഈ രാഹു 4-ൽ സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമല്ല. പറഞ്ഞാൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നേത്ര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാകാം. പിന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണക്കം ഉണ്ടാകുന്ന അവസ്ഥകളും സംജാതമാകാം. എന്നാൽ മറ്റൊരു തരത്തിൽ ഈ ഗ്രഹാവസ്ഥ ഗുണകരമാണ്. ഈ വർഷം ഈ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം 7-ലേക്ക് മാറിയ ശേഷം കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശനി 3-ൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ രാഹു 4-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വാഹന സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചിലരെ സംബന്ധിച്ച് രാഹു ജന്മസമയത്ത് ദോഷ സ്ഥാനത്താണെങ്കിൽ ഈ സമയത്ത് വിഷഭയം ഉണ്ടാകാൻ ഇടയുണ്ടതുകൊണ്ടൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ രാഹു അനുകൂലമല്ലാതെയാണ് ജനന സമയത്ത് നിൽക്കുന്നതെങ്കിൽ രാത്രിയിലൊക്കെ സഞ്ചരിക്കുമ്പം ഒരു ടോർച്ചൊക്കെ എടുത്ത് മാത്രമേ പുറത്തു പോകാവുള്ളൂ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എപ്പോഴും വാഹന ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കണം ഈ വർഷം. പിന്നെ വർഷാരംഭം അത്ര ഗുണകരമല്ല. പിന്നെ ശനിയുടെ ചില ഗുണങ്ങളൊക്കെ കിട്ടും എങ്കിലും വ്യാഴത്തിൻ്റെ ദൈവാധീനക്കുറവ് അതുമൂലം ശത്രുക്കൾക്കുണ്ടാകുന്ന ചില അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ശത്രുക്കൾ ശക്തരാകുന്നു, നമ്മുടെ ഭാഗം അല്പം വീക്കാകുന്നു. അതുകൊണ്ട് കേസുകളിലൊക്കെ ചിലപ്പം പരാജയം സംഭവിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ജഡ്ജ്മെൻറ്റ് വരണമെന്നില്ല. തൊഴിലിൽ സ്ഥാനമാറ്റം ഉണ്ടായേക്കാം. വാതപിത്ത രോഗങ്ങൾ ബാധിക്കാനും സാധ്യതയുണ്ട്. പിന്നെ സഹോദരസ്ഥാനത്തുള്ളവർക്ക് ഗുണകരമായ ഒരു കാലമാണ്. സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം. സമൂഹത്തിലെ നല്ല സ്ഥാനമാനങ്ങളുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് പ്രയോജനമുള്ള പല കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടാനും നമുക്ക് സാധിക്കും. നല്ല നിസ്വാർത്ഥമായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അതുമൂലം സമൂഹത്തിലൊരു പ്രശസ്തി കിട്ടാനും കാരണമാകും. പിന്നെ ഈ ചൂത് ചീട്ടുകളി അല്ലെങ്കിൽ പന്തയങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊന്നും വിജയം കിട്ടണമെന്നില്ല. പല നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ശനിയും രാഹുവും വ്യാഴമൊക്കെ മാറുന്ന സമയങ്ങളിൽ ഇത്തരം ഈ പന്തയ പരിപാടികളിലൊന്നും ബെറ്റ് വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും പോയി വീഴാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പൂരാട നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ടത് ഏതാണ്ട് വർഷ മധ്യത്തോടു കൂടി ഈ അഗ്നി ആയുധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഏകദേശം ഈ ധനു മകരം മാസങ്ങളിൽ ഒക്കെ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ വർഷമധ്യത്തിന് ശേഷം ഏതാണ്ട് വിഷുവിനോടടുത്തുള്ള കാലഘട്ടത്തിൽ കുറേയേറെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, നല്ലതും ചീത്തയുമായ. അപ്പോൾ നമ്മൾ പലപ്പോഴും മോശം ആളുകളെന്ന് വിചാരിച്ചിരുന്ന പല ആൾക്കാരുടെയും നന്മകൾ തിരിച്ചറിയാൻ നമുക്ക് അവസരം ഉണ്ടാകും. നേരെ മറിച്ചു നമ്മൾ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു
വളരെ പ്രിയപ്പെട്ടവരായിട്ട് കരുതിയിരുന്ന പലരും നമുക്കെതിരെ സംസാരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയും ഈ വർഷമധ്യത്തിൽ ഉണ്ടാകാം. അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് അത് നമ്മളെ ശരിക്കും ബാധിക്കും. അപ്പോൾ ഇത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു അറിയിപ്പ് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കുക. അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊരു ചിരി ഉയരും. കാരണം ഇതൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഭക്ഷണസുഖം, അലങ്കാര വസ്തുക്കൾ ലഭിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ ഗുണഫലങ്ങളും ഉണ്ടാകും. കുടുംബത്തിലെ ബന്ധുജനങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ഫങ്ഷൻസൊക്കെ പങ്കെടുക്കാനായിട്ട്, മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ടാകും. ഭൂമി ലാഭവും ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. വർഷം അവസാനമാകുമ്പോഴത്തേക്കും വ്യാഴം അനുകൂലമായിട്ട് വരുന്നതിൻ്റെ ധനലാഭം ഉണ്ടാകും. എന്നാൽ അതേ സമയത്ത് കുടുംബ സമാധാനം കുറയും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് വിഭജനം സംബന്ധിച്ചുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ സമയത്ത് ഉയരാൻ സാധ്യതയുണ്ട്. അത് വർഷമധ്യത്തിന് ശേഷം മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് ഈ കലഹത്തിന് പോകാതെ രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു അനുഭവത്തിനുള്ള സാധ്യതകൾ ഈ വർഷമുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. തൊഴിൽപരമായിട്ട് വർഷാവസാനം ഗുണകരമാണ്. തൊഴിലിൽ നിന്ന് ധനലാഭം വർദ്ധിക്കുന്നതാണ്. കൃഷി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ കൃഷിക്കാർക്ക് പൊതുവേ പൂരാട നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പമില്ല ഞാൻ ഗണിച്ച് നോക്കിയതിൽ നിന്ന്. കാരണം വർഷത്തിൻ്റെ മധ്യം ആകുന്നവരെ ശനി അനുകൂലമാണ്, അതിനുശേഷം വ്യാഴം അനുകൂലമാണ്. അപ്പോൾ എന്താണെങ്കിലും വലിയ ദോഷമില്ലാത്ത രീതിയിൽ കൃഷിയിൽ നിന്നുള്ള ആദായം ലഭിക്കുന്നതാണ്. വളരെ കാലമായിട്ടുണ്ടായിരുന്ന പല രോഗങ്ങളും കുറയുന്നതാണ്. അങ്ങനെ പല ഗുണഫലങ്ങളും ഉണ്ട്. അപ്പോൾ വ്യാഴ മാറ്റ സമയത്തും ശനിയുടെ മാറ്റ സമയത്തും രാഹു കേതുക്കൾ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ വ്യാഴത്തിൻ്റേത് അനുകൂലമായ രാശിമാറ്റമാണ്. അപ്പോൾ ശനിമാറ്റം കണ്ടകശനിയുടെ ആരംഭമായതുകൊണ്ട് തന്നെ അല്പം ശത്രു ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം. അതായത് വ്യാഴ 6 നിൽക്കുന്ന സമയത്തുള്ള ദൈവാധീനക്കുറവുണ്ടല്ലോ, അതിൻ്റെ ഒരു തുടർച്ച പോലെ ഈ ശനിയുടെ മാറ്റ സമയത്ത് കുറച്ച് ശത്രുദോഷം വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ പരാജയം ഉണ്ടാകാം. ഈ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ചെക്കുകൾ ഒപ്പിടുന്നത്, എഗ്രിമെൻറ്റുകൾ ഒപ്പിടുന്നത്, ഇതെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ശനിയുടെ ആ ദോഷകരമായ അവസ്ഥയ്ക്ക് കൃത്യമായിട്ട് പരിഹാരം ചെയ്യുകയാണെങ്കിൽ അബദ്ധമൊന്നും പറ്റാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ രാഹുകേതു മാറ്റത്തിനകത്ത് പറഞ്ഞല്ലോ, പിതൃസ്ഥാനത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കേതുവിനെ കൊണ്ട്. ഈ രാഹു 3ലേക്ക് മാറുമ്പോൾ ചില കുറുക്ക് വഴികളിൽ കൂടെ ധനം കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ആപത്ത് വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ എത്തും എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പൂരാടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഗണിച്ച് നോക്കിയതിൽ നിന്ന് കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ ഞാൻ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏറിയും കുറഞ്ഞും സുഖദുഃഖങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് ആളുകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ പല സുഹൃത്തുക്കളെയും നമുക്ക് ലഭിക്കും. സുഹൃത്തുക്കളായിരുന്നവർ പലരും അകന്നു പോകുന്നത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ നമുക്ക് മനസ്സിന് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന പല പല കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിക്കും. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്കൊന്ന് നോക്കാം. ചന്ദ്രദശ, രാഹുദശ, ശനിദശ, ഈ 3 ദശകളിലോ നക്ഷത്ര ദശാകാലത്തിലോ അല്ലെങ്കിൽ അവയുടെ അപഹാരങ്ങളിലോ ഒക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ പരിഹാരം ചെയ്യണം. പ്രത്യേകിച്ചും ശനി 4ലേക്ക് മാറുന്ന സമയത്ത് ശാസ്താവിന് വഴിപാട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശാസ്താവിന് നീരാജനവും നെയ്വിളക്കും സമർപ്പിച്ചാൽ ശനി ദോഷത്തിൽ നിന്ന് നല്ല പോലെ മോചനം കിട്ടും. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും കർമ്മഭാവത്തിന് പുഷ്ടിക്ക് വേണ്ടിയിട്ട്, വ്യാപാരമാകട്ടെ അല്ലെങ്കിൽ ജോലിയാകട്ടെ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആകട്ടെ, കർമ്മഭാവത്തിൽ നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യുക. വെറ്റിലമാലയോ നാരങ്ങാമാലയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരങ്ങളനുസരിച്ച് അത് സമർപ്പിക്കുക. അവൽ നിവേദ്യം സമർപ്പിച്ചാൽ ഫലം കിട്ടുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. അങ്ങനെ അവിടുത്തെ നമ്മൾ പോകുന്ന ഹനുമാൻ ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ച് അത് ചെയ്യുക. ഏറ്റവും ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള മൂർത്തിയാണ് ഹനുമാൻ. പിന്നെ സ്വാർത്ഥതയോടെ വിളിക്കരുത് എന്ന് മാത്രം. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം നൽകുന്ന ദൈവമാണ് ഹനുമാൻ. വളരെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഹനുമാനെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് ദോഷകാലത്തൊക്കെ വലിയ തുണയായിട്ട്
ഭഗവാന് നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ ഭരണി, പൂരം, പൂരാടം ദിവസങ്ങളിൽ, പൂരാടത്തിൻ്റെയും അനുജന്മ നക്ഷത്രങ്ങളുടെയും ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ ധനു എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ ആണ്. ഈ ധനുരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. തുളസിമാലയോ നെയ്വിളക്കോ പാൽപ്പായസമോ അപ്പമോ അടയോ ഒക്കെ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് നേദിക്കുക. ആ പ്രസാദം വാങ്ങി കഴിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശുക്രപ്രീതിക്കായിട്ട് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അർച്ചനകളോ പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്, വെളുത്ത പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ പൂരാടം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം മഹാവിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ സർവോപരി കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. കുടുംബദേവതയ്ക്ക് അർച്ചന സമർപ്പിക്കുക. നെയ്വിളക്കും അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കാൻ കെടാവിളക്കൊക്കെ കാണുമല്ലോ, അവിടെയോട്ട് എണ്ണ സമർപ്പിക്കുക. അപ്പോൾ കുടുംബദേവതയെ നമ്മൾ മറന്നു പോകരുത്. കുടുംബദേവതയ്ക്കുള്ള വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക. കാരണം കുടുംബദേവതയിലൂടെയാണ് എല്ലാ അനുഗ്രഹങ്ങളും കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം വലിയ ബുദ്ധിമുട്ടില്ലാതെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ പ്രയാസങ്ങളില്ലാതെയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അസുഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകാതെയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ അച്ഛനമ്മമാർക്കും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ അഭിവൃദ്ധിയും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രഹദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.